തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിതത്. സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി സ്വയം സന്നദ്ധനായതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാവണം. എന്നാൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഉത്തർപ്രദേശിലെ മറ്റ് ധാരാളം സ്ഥലങ്ങളിലും വലിയ പരാജയം ഏറ്റുവാങ്ങി. രാംലല്ലയോ രാമക്ഷേത്രമോ പ്രാണപ്രതിഷ്ഠയോ ഒന്നും ജനങ്ങളിൽ ചർച്ചയായില്ല. പകരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, തൊഴിലില്ലായ്മ, കർഷകരോഷം എന്നിവയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ പോലും സജീവമായി ക്രിയാത്മകമായി ചർച്ച ചെയ്തത് എന്നുള്ളതാണ്. അതിനെതിരെയുള്ള വിധി രേഖപ്പെടുത്തലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വർഗീയ അജണ്ടകൾ ആര് മുന്നോട്ട് വെച്ചാലും അതവർക്ക് നേട്ടമായി മാറില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. അത് നിന്ദ്യതയായും അത് പരാജയമായും അതല്ലെങ്കിൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാര്യമായും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഖുർആൻ പറഞ്ഞതും വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹി ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അല്ലാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമിയാരുണ്ട്? ആ പള്ളി തകർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ആ പള്ളികളിലേക്ക് ഭയപ്പാടോടുകൂടി അല്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് ഇഹലോകത്ത് നിന്ദ്യതയാണ്, പരലോകത്തെ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് വരാനിരിക്കുന്നത്. സഹോദരങ്ങളെ, മസ്ജിദുകൾ തകർക്കുക, ആരാധനാലയങ്ങൾ തകർക്കുക, ഇത് നിന്ദ്യത ഏറ്റുവാങ്ങുന്ന കൊടും ക്രൂരതയാണ്. ആ നിന്ദ്യതയാണ് അയോധ്യയിൽ നമ്മൾ കണ്ടത്. സഹോദരങ്ങളെ, ഇതെല്ലാം തിരിച്ചറിവായിട്ട് മാറാൻ, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ നിലപാടുമായി, സൗഹൃദ നിലപാടുമായി മുന്നോട്ട് വരാൻ ഭരണകൂടത്തിന് സാധ്യമാവേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയാണോ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ലെന്ന് തീർത്തും പറയേണ്ടി വരും. ബാബരി മസ്ജിദ്, ആ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രം പണിത് അവിടെ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഒരു വശത്ത് നമ്മൾ പറയുമ്പോ, അതേ ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയ പുതിയ വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. അതായത് ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു. നമുക്കൊന്നേ പറയാനുള്ളൂ, ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് NCERT പിന്മാറേണ്ടതുണ്ട്. കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം. ശരിയായ ചരിത്രബോധമുള്ളവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട്. ശരിയായ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരായി മാറുകയുള്ളൂ. സഹോദരങ്ങളെ, ചരിത്രത്തെ വക്രീകരിക്കാൻ, വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഇന്നല്ലെങ്കിൽ നാളത്തെ ഭാവി തലമുറ അത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് NCERTയെ പോലുള്ള സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും പാഠം പഠിക്കേണ്ടതായിരുന്നു. നമ്മുടെ ഭരണകൂടം മാത്രമല്ല, ഭരണകൂടവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും പാഠം പഠിക്കേണ്ടതായിരുന്നു. വർഗീയത കൊണ്ടോ വർഗീയ അജണ്ട കൊണ്ടോ ഈ രാജ്യത്ത് ഒരു നിലക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയില്ല. വർഗീയ കലാപങ്ങൾക്കെതിരെ നിശബ്ദരായി ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോവാൻ സാധിക്കില്ലെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത്. സമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധികാരികൾക്ക് സാധ്യമായില്ല എന്നുള്ളതാണ്. വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാനത്തെ സർക്കാരും അക്രമികളുടെ കൂടെ ചേർന്നു. സ്ത്രീകളെ നഗ്നരായി നടത്തിയപ്പോഴും കുട്ടികൾക്കെതിരെ കൊടിയ പീഡനങ്ങൾ അരങ്ങേറിയപ്പോഴും ഭരണകൂടം നിഷ്ക്രിയരായി. ഭരണകൂടത്തിന്റെ ഈ നിഷ്ക്രിയത്വത്തിനെതിരെ, ഭരണകൂടത്തിന്റെ നിശബ്ദതക്കെതിരെയുള്ള മണിപ്പൂർ നിവാസികളുടെ വിധിയെഴുത്താണ് പിന്നീട് നമ്മൾ കണ്ടത്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തിനാണ് ഇത്തരം വർത്തമാനങ്ങളൊക്കെ
ബലിപെരുന്നാൾ ദിനത്തിൽ പറയുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ബലിപെരുന്നാളിന്റെ ചരിത്രത്തിന് ഇതിനോടൊക്കെ വലിയ ബന്ധമുണ്ട് സഹോദരങ്ങളെ. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിഞ്ചോമന പുത്രൻ ഇസ്മായിലിനെയും അതുപോലെ തന്റെ പ്രിയതമ ഹാജറ ബീവിയെയും മക്കാ മണലാരുണ്യത്തിൽ, അന്ന് ആരാരുമില്ലാതിരുന്ന മക്കാ മണലാരുണ്യത്തിൽ, വിജനമായ മക്കാ മണലാരുണ്യത്തിൽ കൊണ്ടുപോയി ആക്കുമ്പോ നടത്തുന്ന 2 പ്രാർത്ഥനകളുണ്ട്. ധാരാളം പ്രാർത്ഥനകളുണ്ട്. പക്ഷേ 2 പ്രാർത്ഥനകൾ സവിശേഷ പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിജിൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. അതായിരുന്നു ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, അല്ലാഹുവേ ഈ നാട്ടിലുള്ള ആളുകൾക്ക് യഥേഷ്ടം വിഭവങ്ങൾ നൽകണമേ, ഭക്ഷണം നൽകണമേ. നിർഭയത്വമുള്ള, സുഭിക്ഷതയുള്ള, സന്തോഷം വിളയാടുന്ന ഒരു നാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന വലിയ സന്ദേശം കൂടി ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആവാഹിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നാടിന് നിർഭയത്വവും സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് മുഴുക്കയും നിർഭയത്വവും സന്തോഷവും സുഭിക്ഷതയുമുള്ള സാഹചര്യം നാഥൻ തുറന്നു തരുമാറാവട്ടെ.